ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ശിവരാത്രിയാണ്. അപ്പോൾ ശിവരാത്രിയോട് ബന്ധപ്പെട്ട് നമ്മളിന്നൊരു ശിവാലയ ഓട്ടത്തിനായിട്ട് പോവുകയാണ്. ഞാനും ടുട്ടും മീനും കൂടെയാണ് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ബൈക്കിനാണ് പോകുന്നത്. കുറച്ച് അമ്പലങ്ങളിൽ ഒന്നുകിൽ ഒറ്റ സംഖ്യ വരുന്ന കുറച്ച് അമ്പലങ്ങളിൽ ഒന്നുകിൽ 3 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 7 നമ്മൾ പറ്റുന്ന രീതിയിൽ നമ്മൾ പോകാനുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. നമുക്ക് അവിടെയുള്ള കാഴ്ചകളൊക്കെ ഈ വീഡിയോയിലൂടെ കാണാം. ടുട്ടു, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇങ്ങോട്ട് നോക്കി പറ. അപ്പം നമ്മൾ പോയിട്ട് വരാന്ന് പറഞ്ഞ് ടാറ്റ പറ. പോയിട്ട് വരാന്ന് പറ. അങ്ങനെ നമ്മളിവിടുന്ന് ആദ്യമായിട്ട് പോകുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ ദൂരമുള്ള മാടന്നട ശിവക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഏകദേശം ഒരു 10 മിനിറ്റ് യാത്ര അതിനകത്ത് എടുക്കത്തുള്ളൂ. നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങോട്ട് എത്താൻ വേണ്ടി നമ്മൾ പോകുന്ന വഴിയിലാണുള്ളത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ ആദ്യം കാണാം. ശിവരാത്രിയുമായി ബന്ധപ്പെട്ടുള്ള ഐതിഹ്യം 2 പുരാണ കഥകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിലാദ്യത്തേത് പാലാഴി മദനം നടത്തിയപ്പോൾ രൂപം കൊണ്ട കാളകൂട വിഷം ലോകരക്ഷാർത്ഥം ശ്രീ പരമേശ്വരൻ പാനം ചെയ്തു. ഈ വിഷം ഉള്ളിൽ ചെന്ന് ഭഗവാന് ഹാനിയാവാതിരിക്കാൻ ശ്രീ പാർവതി അദ്ദേഹത്തിൻ്റെ കണ്ടത്തിൽ മുറുക്കിപ്പിടിക്കുകയും വായിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ ഭഗവാൻ മഹാവിഷ്ണു വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തു. അങ്ങനെ വിഷം കണ്ടത്തിൽ ഉറയ്ക്കുകയും ഭഗവാന് നീലകണ്ഠൻ എന്ന നാമധേയം ലഭിക്കുകയും ചെയ്തു. ഭഗവാന് ആപത്തൊന്നും വരാതെ പാർവതി ദേവിയും മറ്റു ദേവീദേവന്മാരും ഉറക്കമളിച്ചിരുന്നു. ആ പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രി എന്നാണ് വിശ്വസിക്കുന്നത്. നമ്മളിപ്പോൾ മാടമ്പാറ ശിവക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി നമ്മളിനി അടുത്ത് പോകുന്നത് വെമ്പിൽ എന്ന് പറഞ്ഞാൽ നമ്മളതും ഏകദേശം വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 3-4 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. ഇപ്പം നിൽക്കുന്ന അമ്പലത്തിൽ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ വരും. അപ്പോൾ അങ്ങോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ മാടമ്പാറ പോയിട്ട് അവിടുന്ന് പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ചു. ശിവരാത്രിയുടെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ കഥ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും ഉടലെടുത്ത താമരയിൽ ബ്രഹ്മാവ് ജന്മമെടുത്തു. അപ്പോൾ ബ്രഹ്മാവിന് മഹാവിഷ്ണുവിനെ മാത്രമേ കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ. നീ ആരാണ് എന്ന ചോദ്യത്തിന് നിന്റെ സൃഷ്ടാവും പ്രപഞ്ചപാലകനുമായ നാരായണനാണ് ഞാൻ എന്ന ഉത്തരം ബ്രഹ്മാവിന് തൃപ്തി നൽകിയില്ല. അവർ തമ്മിൽ യുദ്ധം ആരംഭിക്കുകയും ചെയ്തു. ഒരു ശിവലിംഗം അവർക്ക് മധ്യേ പ്രത്യക്ഷപ്പെടുകയും അതിൻ്റെ മേലഗ്രഹവും കീഴഗ്രഹവും ദൃശ്യമായിരുന്നില്ല. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ജ്യോതിർലിംഗത്തിൻ്റെ അഗ്രം കണ്ടുപിടിക്കുന്നവർ ആരാണോ അവരാണ് ശ്രേഷ്ഠൻ എന്ന് അശരീരി മുഴങ്ങി. അഗ്രങ്ങൾ കണ്ടുപിടിക്കാൻ ബ്രഹ്മാവ് അതിൻ്റെ മുകളിലേക്കും വിഷ്ണു അതിൻ്റെ താഴേക്ക് സഞ്ചരിച്ചു. വളരെ പരിശ്രമിച്ചിട്ടും പരാജയപ്പെട്ട 2 പേരും പൂർവ്വസ്ഥാനത്ത് തിരിച്ചു വന്നു. ആ സമയത്ത് പരമശിവൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. പരമശിവൻ പ്രത്യക്ഷപ്പെട്ട ദിവസം മാഘമാസത്തിലെ കറുത്ത പക്ഷത്തിൽ ചതുർത്ഥി രാത്രിയിലായിരുന്നു. ആ ദിവസമാണ് മഹാശിവരാത്രിയായി അറിയപ്പെടുന്നത്. വെമ്പിൽ ശിവക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ നമ്മൾ അടുത്തിനി പോകാൻ പോകുന്നത് നെടുമങ്ങാടുള്ള അമ്പലത്തിലേക്കാണ്. അപ്പോൾ ഈ നമ്മളിപ്പോൾ കയറിയ വെമ്പിൽ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പാർവതി ദേവി നമ്മുടെ ശിവൻ്റെ പ്രതിഷ്ഠയുടെ തൊട്ട് പുറകെ തന്നെ പാർവതി ദേവി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെയുള്ള അമ്പലങ്ങളിൽ അധികം ഞാൻ പോയിട്ടില്ല. സാധാരണ നോർമൽ ശിവൻ മാത്രമുള്ള അമ്പലങ്ങളിലാണ് ഞാൻ കൂടുതൽ പോയിട്ടിരിക്കുന്നത്. എന്തായാലും ഇതൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി. നമ്മൾ വെമ്പിൽ അമ്പലത്തിൽ കയറി അവിടുന്ന് നേരെ വന്നത് കരിപ്പൂരുള്ള കോട്ടപ്പുറം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ നമ്മൾ മിക്ക അമ്പലങ്ങളിൽ വരുന്ന സമയത്ത് പൊങ്കാല നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് ഇവിടെ നെടുമങ്ങാടുള്ള ശിവക്ഷേത്രത്തിലേക്കാണ്. നെടുമങ്ങാട് ശിവക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി നമ്മളിനി അടുത്ത് വന്നിരിക്കുന്നത് പഴകുറ്റിയിലുള്ള ഉള്ളിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ്.
എന്നുറച്ചത മഹാധീരനാം ദതീജിയും എന്നുടെ ദേഹസ്ഥം മസ്തിദണ്ഡത്തെ നിങ്ങൾ അങ്ങനെ നമ്മളിപ്പോൾ പഴവത്തിയിലുള്ള ശിവക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പോൾ കൊടപ്പനക്കുന്നിലുള്ള ഉദയന്നൂർ ശിവക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഇത് നമ്മൾ പോകുന്നത് 6ാമത്തെ അമ്പലത്തിലേക്കാണ്. ചുട്ടു ചോറൊക്കെ കഴിച്ചാ കൊള്ളാമോ? നമുക്ക് വീട്ടിൽ പോ, വീട്ടിൽ പോ. അമ്പലത്തിലെല്ലാം തൊഴുതാ? നമ്മളിപ്പോൾ 7ാമത്തെ അമ്പലമായ ഏണിക്കരയിലും കയറി ഇപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.